ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3 ആഴ്ചയായി കേട്ടോ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്സൊക്കെ ഇട്ട് പോകാറുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാന്ന് വെച്ചാൽ ചേട്ടത്തിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണ കാര്യം പറഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെയും കൂടെ വരാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം ചുമ്മാ വീട്ടിലിരിക്കുമല്ലേ, ഞാനും പോകാമെന്ന് വിചാരിച്ച് കൂടെ പോകുന്നതാണ് കേട്ടോ. ഡെർമറ്റോളജിസ്റ്റിനാണ് കേട്ടോ കാണിക്കാനുണ്ടായിരുന്നത്. അൽനൂർ എന്ന് വെച്ചാൽ എൻ്റെ പ്രഗ്നൻസി പീരീഡ് ഫുള്ളും അവിടെ ആണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. 7 months ഞാൻ ഇവിടെ നിൽക്കുന്ന ടൈം ഫുള്ളും. അപ്പം അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഫുൾ അതിൻ്റെ ഒരു ഓർമ്മകളാണ് കേട്ടോ. വിൻ്റർ സീസൺ തുടങ്ങി വന്നതേ ഉള്ളൂ എങ്കിലും റോഡ് സൈഡിൽ ഫുള്ളും നല്ല പച്ചപ്പൊക്കെ പിടിച്ച് നിൽക്കുന്നത്, ഒരുപാട് ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. മൊത്തത്തിൽ അൽനൂറിൽ എത്ര തവണ പോയിട്ടുണ്ടെന്ന് തന്നെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത്രയ്ക്കും ചെക്കപ്സും കാര്യങ്ങളുമായിട്ട് പണ്ടൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ബോറടിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകണ്ടല്ലോ. കാശിക്കുണ്ടിനെ കൊണ്ട് 2-3 വട്ടമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറേ നാൾ ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഉച്ചയ്ക്കൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും റോട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തതിന് 1 hour മുന്നേ ആണ് കേട്ടോ നമ്മൾ ആ റഷിദിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 1 hour ചെന്ന് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ തലപ്പരിപ്പായിട്ട് നമ്മൾ അതിന് ഓപ്പോസിറ്റുള്ള ബെൻ സൗഗത് മോളിലങ്ങ് കയറി അവിടുത്തെ പാർക്കിംഗ് ഏരിയ ചെന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മുകളിലുള്ളൊരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ, ഒരു കഫറ്റീരിയ, കത്രീന എന്ന് പറയുന്നത്. അവിടെ പണ്ടേ കുറേ നാൾ മുമ്പ് ചേട്ടൻ പറയുമായിരുന്നു അവിടുത്തെ കേക്കും കോഫിയൊക്കെ സൂപ്പറാണ്, നമുക്ക് ഒരു ദിവസം പോയി ട്രൈ ചെയ്യണമെന്ന് ഇങ്ങനെ ഒരുപാട് നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് 6 ദിവസത്തിന് അങ്ങനെ കയറിയിട്ട് പോകാമെന്ന് ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് പിന്നെ കേക്കൊക്കെ ഓർഡർ ചെയ്യാൻ പോയി കേട്ടോ. ഞാനൊരു ബ്രൗണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചേട്ടൻ ഒരു ചീസ് കേക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കോഫി കപ്പിച്ചൂണോ ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റിനകം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് എടുത്ത് പറയേണ്ട ഒരു സാധനം തന്നെയാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ബ്രൗണിയിൽ വെച്ച് ഏറ്റവും ടേസ്റ്റും ബെസ്റ്റും ആയിട്ടുള്ളത്. കാശിക്കുട്ടിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് കണ്ടപ്പോഴേ എന്തൊക്കെയോ കമൻസ് എന്ന് പറയുന്നുണ്ട്. അവന് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അത് വളരെ പതുക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കേക്കൊക്കെ കഴിച്ച് ഒരു 1/4 ഭാഗം കേക്കൊക്കെ ആയപ്പോഴാണ് കേട്ടോ കോഫി എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുമൊക്കെ കുടിച്ചു. ഇതൊക്കെ എത്ര ടൈം എടുത്തിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ സമയം നോക്കിയാണ് അതിനകത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇനിയുണ്ടല്ലോ 20 minutes, ഇനിയുണ്ടല്ലോ 15 minutes, അങ്ങനെ. പിന്നെ കാശിക്കൊണ്ട് കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവൻ പിന്നെയും ചോദിച്ചെങ്കിലും നമ്മൾ വേണ്ട, ഒരുപാടൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ അപ്പം വാങ്ങിച്ചത് മാത്രം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പോയി കേട്ടോ. അതിൻ്റെ സാഡൊക്കെ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇപ്പോൾ സാഡെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയമാണ് കാശിക്കുട്ടിന്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മെട്രോ ഒക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ചുമ്മാ അവിടേക്ക് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടോ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിവിടെ വരുന്നത്. ചേട്ടനും ചേട്ടത്തിയൊക്കെ മുന്നേ ഇവിടെ എന്തോ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൗണിൻ്റെ സെക്ഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാശിക്കുട്ടിനാണെങ്കിൽ ചേട്ടനെ ദൂരെ കണ്ടപ്പോഴേ ഇങ്ങനെ ഓടി. ഈ ഒരു കടയിലാണ് കേട്ടോ അവർ മുന്നേ വന്നൊരു ഡ്രസ്സ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മെറ്റീരിയൽ ആയിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരൊന്ന് നോക്കാൻ കയറിയപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും അവിടെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്കത്തെ മെറ്റീരിയലിനേക്കാളും കൂടുതലും ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ അവിടെ കൂടുതലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാർക്കിങ്ങിലോട്ടൊക്കെ പോയി നേരെ പിന്നെ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. പിന്നെ ഓപ്പോസിറ്റാണ് കേട്ടോ, ഈ മോളുടെ നേരെ ഓപ്പോസിറ്റാണ്. കാശിക്കൊണ്ടാണെങ്കിൽ ഇപ്പോൾ പ്ലേ ഏരിയയിലോട്ടാണ് കേട്ടോ. കണ്ണ് ഹോസ്പിറ്റലായിരുന്നാലും എവിടെ പോയിരുന്നാലും എവിടെയെങ്കിലും പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് കുറച്ച് വാശിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോഴത്തേക്കും കൊണ്ടുപോകാം അപ്പോൾ കയറാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ലാതിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൺസൾട്ടേഷൻ റൂമിൻ്റെ അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ 10 മിനിറ്റോളം ലേറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് അവൻ ചേട്ടനിയെ സോപ്പിട്ട് നേരെ ആ പാർക്ക് ഏരിയയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി തിരിച്ച് വന്നപ്പോഴും 2 വട്ടം അതിലൊക്കെ കയറിയിട്ടാണ് ഇറങ്ങിയത്. വാശി പിടിച്ച് കുറച്ച് നേരം നിൽക്കണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ കിച്ചുവേൻ്റെ കോൾ വന്നത്. കിച്ചുവേട്ടനെ ഒന്ന് പിക്ക് ചെയ്യാൻ വരുമോ എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ദുബായിൽ നിന്ന് നേരെ അജ്മാൻ പോകണം കേട്ടോ. പാട്ടൊക്കെ കേട്ട് കുഴപ്പമില്ല, ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു. കുറച്ച് നേരം നമ്മളങ്ങനെ ഇരുന്ന് ഇതിൻ്റെ ഇടയിൽ അവൻ പുറത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ഇടയ്ക്കൊരു കുഞ്ഞു വിശപ്പ് വന്നപ്പോഴത്തേക്കും കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് കഴിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സ്നാക്സ് കയ്യിലുള്ളതുകൊണ്ട് വലിയ ബഹളമൊന്നും കാട്ടിയില്ല. കാരണം ഉച്ച 2:30 ആയിട്ടുണ്ട് ആ ഒരു ടൈം പീരീഡ്. ഇങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല നിരനിരയായിട്ട് ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. കുറേ നേരം അതുമൊക്കെ നോക്കിയിരുന്നു കേട്ടോ. വണ്ടിയിൽ പോകുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ പുറത്തിങ്ങനെ ഓരോ കാഴ്ചകൾ നോക്കിയിരിക്കും. ഞാൻ കാണുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, വീഡിയോ എടുക്കുന്നതും മറ്റും.
പിന്നെ ഈ വോയിസ് ഒന്നും പ്ലേ ചെയ്യാത്തതെന്ന് വെച്ചാൽ വണ്ടിയിൽ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വോയിസ് ഒന്നും പ്ലേ ചെയ്യാത്തത്. പിന്നെ ഇങ്ങനെ പോണ വഴിക്കൊക്കെ ഒരുപാട് ബിൽഡിങ്സ് ഇങ്ങനെ പണിയിപ്പിക്കുന്നതും ഒക്കെ കാണാൻ കഴിയും. ഒരു സർട്ടൺ പോയിന്റിൽ മാത്രമാണ് കേട്ടോ എനിക്ക് ഡെസേർട്ട് ഏരിയ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മണ്ണിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറ്റി കുറ്റി ചെടികൾ വളർന്നിരിക്കുന്നതാണ് കേട്ടോ അങ്ങോട്ട് പോയ വഴിയിൽ ഫുള്ളും കാണാനുണ്ടായിരുന്നത്. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയൊരു വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അജ്മാൻ എത്തിയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു ഇതിലായതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കിട്ടുമെങ്കിൽ ഇരുന്നു. പിന്നെ വണ്ടിയിൽ ഇങ്ങനെ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കേട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ഇടുത്തി പോലെ കുറേ നേരത്തേക്ക് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടത്. ഉച്ച നേരവും കൂടെ ആയതുകൊണ്ട് എൻ്റെ പൊന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ കിച്ചുവേട്ടൻ ഇട്ടുന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി ചെറിയൊരു പണിയായ കേട്ടോ. അപ്പം അവിടെ ചെന്ന് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ പിക്ക് ചെയ്തു. ഞാൻ വണ്ടിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വലിയ എക്സ്പ്രഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കാശ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ വന്ന് പുറത്ത് നിൽക്കുന്നതൊന്നും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയാണ് ഇവിടെ ഡെയിലി കാണുന്നുണ്ടെങ്കിലും പിന്നെ ഡോറൊക്കെ അടച്ചിട്ട് പോയപ്പോഴും അയ്യോ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സ്പ്രഷൻ കാണിപ്പായിരുന്നു. എന്നെയൊന്നും കാണാതാകുമ്പോഴൊന്നും അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. തിരക്കും അത്രയേ ഉള്ളൂ. പക്ഷേ അച്ഛനെ കാണാതിരുന്നിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ കാണിക്കും കേട്ടോ. പിന്നെ ഇനി ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോകാം എന്നുള്ള പ്ലാനിലെത്തി കേട്ടോ. എന്തായാലും എല്ലാവർക്കും നല്ല വിശപ്പും കാര്യങ്ങളും ഒക്കെ ആയി. നേരെ കിച്ചണിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാനൂർ റെസ്റ്റോറൻറ്റ്, അജ്മാനിലുള്ള പാനൂർ റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഇതാ ഇങ്ങനെ ഒരു വെള്ളം കെട്ട് കണക്ക് കാണാൻ പറ്റി. ഇതെന്തുവാണ് സംഭവം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ കണ്ടപ്പം നല്ല സന്തോഷം തോന്നി. അങ്ങനെ പിന്നെ നേരെ നമ്മൾ പാനൂർ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ലായിരുന്നു. നമ്മൾ നിന്നെടുത്തൊന്നും അധികം ദൂരമൊന്നുമില്ലായിരുന്നു. ചെന്നു. അത് നല്ല തിരക്കായിരുന്നു. സീറ്റൊക്കെ കിട്ടാൻ നല്ല പാടായിരുന്നു കേട്ടോ. മേലെയാണ് കേട്ടോ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു. വന്നപ്പോൾ തന്നെ പിന്നെ സർവീസൊക്കെ ഭയങ്കര നീറ്റും വളരെ ഫാസ്റ്റും ആയിരുന്നു കേട്ടോ. എത്ര തിരക്കിൻ്റെ ഇടയിൽ അവർ നല്ല രീതിക്ക് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് കാശി കൊണ്ടൊരു സിപ്പപ്പോ നമുക്ക് കുറച്ച് മൊജിത്തോ ഒക്കെ മേടിച്ചിട്ട് നേരെ നമ്മൾ വണ്ടിയിലേക്ക് കയറി അതൊക്കെ അകത്താക്കാൻ തുടങ്ങി കേട്ടോ. ഇനി അവിടെ ഇരുന്ന് ഇനി നേരെ വീട്ടിൽ പോവാം. കാശുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ സിപ്പപ്പ് കൊടുക്കുന്നത്. എന്തോ ഒരു പുളിപ്പ് പാഷൻ ഫ്രൂട്ടിൻ്റെ എന്തോ ഫ്ലേവർ ഉള്ളതായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് എനിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പുളിപ്പും ചെറിയ മധുരം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും കൊള്ളായിരുന്നു. ഇങ്ങനെ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചപ്പോൾ കിടന്ന് കീറി വിളിയായിരുന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാര്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോകണം. ഈ വന്ന ദൂരം തന്നെ തിരിച്ച് ഓടി എത്തണമല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ചെറിയൊരു മടുപ്പ്. ഇവരൊക്കെ എങ്ങനെയാണ് എന്താ വണ്ടി ഓട്ടിക്കുന്നതെന്നൊക്കെ അപ്പം ഞാനിരുന്ന് ചിന്തിച്ചു കേട്ടോ. പാട്ടും കേട്ടങ്ങ് പോകുമായിരിക്കും. പോണ വഴിക്ക് ഇതാ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഒന്ന് വീടെത്തിയാൽ മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കൊരു മടുപ്പ് കണക്കായിട്ടുണ്ട്. പോണ വഴിക്ക് കുറേ ഡെസേർട്ട് ഏരിയ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാശിക്കൊണ്ടായപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ.